ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് പുറത്തിറങ്ങിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഇവരെല്ലാവരും കൂടിയിട്ട് തീറ്റയിൽ പാത്രത്തിൽ ഇട്ട് കൊടുത്താലും കൂടെ തട്ടിത്തെറിപ്പിച്ച് പുറത്തുനിന്ന് തിന്നാനാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. മണ്ണിൽ നിന്ന് ഇങ്ങനെ തിന്നാൻ മാത്രമല്ല കേട്ടോ, മണ്ണിലിങ്ങനെ കുളിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. തള്ളക്കോഴിൻ്റെ കൂടെ മണ്ണിലെല്ലാം കുളിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ കൂട് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ ബ്രൂഡറിൽ വിരിഞ്ഞ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവരെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കൂട് സെറ്റാക്കിയിട്ടുണ്ടായത്. എന്താ പറയുക, ഇപ്പോൾ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു തൂക്കം പോലെ. തൂക്കം എന്ന് പറഞ്ഞാൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നൊന്നുമില്ല, എല്ലാം തീറ്റയെല്ലാം എടുക്കുന്നുണ്ട്. എന്നാലും ഒരു എന്താ പറയുക, ഒരു ഉന്മേഷക്കുറവുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് വെയിലെല്ലാം കൊള്ളിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് ആക്കാൻ വേണ്ടി ആക്കിയ കൂടാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബ്രൂഡറിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ. ഇവരെ ഈ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയുള്ള വീഡിയോ ആണ്. ഇതെന്തിനാണ് ഞാനിപ്പോൾ ഉൾപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവർക്ക് എങ്ങനെയാണ് ലാർവേനെ കൊടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സാധാരണ ടാങ്കിൽ തന്നെ ഉണ്ടാക്കുന്ന ലാർവയാണ്. മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, എന്താ വേസ്റ്റ് ടാങ്കും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇതുപോലെ കോരിക്കൊണ്ട് വന്നിട്ട് കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഈ നെറ്റ് പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്താണ് വേസ്റ്റ് ചട്ടി കൊടുക്കൽ. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ ലാർവകൾ താഴോട്ടേക്ക് വീഴും. അപ്പോൾ അവർക്ക് തിന്നാനും എളുപ്പമാവും. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കുറേ ആക്കിയുള്ള സംശയിക്കും, ഇത് നാറൂലേ, സ്മെല്ലുണ്ടാവില്ലേ എന്നല്ല. സ്മെല്ലെല്ലാം ഉണ്ടാവും. എന്നാലും ഞാൻ ഇതിൻ്റെ അകത്ത് എടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് മരപ്പൊടി എന്തെങ്കിലും ഇടലുണ്ട്. ഇന്ന് അങ്ങനെ സ്മെല്ലില്ല. എന്നുവെച്ചാൽ കുറച്ചങ്ങനെ എന്താ പറയുക, വെള്ളം ഉണ്ടെങ്കിലാണ് സ്മെല്ല് വരുന്നത്. ഇതിൽ വെള്ളത്തിൻ്റെ ആ ഒരു അംശം കുറവായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മരപ്പൊടിയൊന്നും ഇടുന്നില്ല. ഇതിപ്പോൾ ഈ വേസ്റ്റ് ഇവർ ഇതിനകത്തുനിന്നുള്ള പുഴുക്കളെ കുറച്ച് കൊടുക്കൂല, ഒരുപാടൊന്നും അവർ തിന്നൊന്നുമില്ല. കുറച്ച് കൊടുത്ത് അത് തിന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ ആ വേസ്റ്റ് അതുപോലെ തന്നെ കൊണ്ടുപോയിട്ട് ഞാൻ കുഴി തട്ടലാണ്. എന്താ പറയുക, നമ്മൾ വേസ്റ്റ് ടാങ്കിലേക്ക് തന്നെ വീണ്ടും തട്ടിക്കൊടുക്കും. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് അത് അങ്ങനെ ഉണ്ടായിക്കോളും. പിറ്റേന്ന് നാളത്തേക്ക് എടുക്കാനും ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സ്ഥിരമായിട്ട് കൊടുക്കാനുള്ള ലാർവകളെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കലെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ അങ്ങനെ ലാർവകൾ ഉണ്ടാക്കാനായിട്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, പ്രോസസ്സിങ് ഒന്നും ചെയ്ത് വന്നിട്ടൊന്നുമില്ല. ഒരുപാട് യൂട്യൂബ് വീഡിയോസ് തന്നെയുണ്ട്, കടലപ്പിണ്ണാക്കും തവിടെല്ലാം കുഴച്ച് വെച്ചിട്ട് ലാർവകളെ ഉണ്ടാക്കാൻ കഴിയുന്നില്ലൊരു വീഡിയോ. ഞാൻ അങ്ങനെയൊന്നും പരീക്ഷിച്ചിട്ടില്ല. ഞാൻ ഇതുപോലെ തന്നെ വീട്ടിലെ ഭക്ഷണാവശിഷ്ടം വേസ്റ്റ്, അങ്ങനെ എന്താ പറയുക, നമ്മളെ പച്ചക്കറി തോലി അങ്ങനെ എന്തും ഇടാൻ കഴിയുന്ന ഒരു ടാങ്ക് ഉണ്ട്, പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ട് വെക്കും. അപ്പോൾ അതിനകത്ത് ഇതുപോലെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ താനേ പുഴുക്കളുണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. അതുപോലെ ഇന്ന് ഉച്ചത്തേക്ക് ഞാൻ കോഴികൾക്ക് കൊടുത്തത് കുറച്ച് കാബേജിൻ്റെ തോലാണ്. അതെനിക്ക് ആൻറ്റി തന്നതാണ്. പച്ചക്കറി വിൽക്കലാണ് പാപ്പൻ്റെ പണി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വേസ്റ്റ് വന്ന തോലെല്ലാം ഇതുപോലെ എനിക്ക് തന്നതാണ് കോഴി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ ഐറ്റം സാധനമെല്ലാം എപ്പോഴെങ്കിലല്ലേ കിട്ടൂലേ. അപ്പോൾ അതെല്ലാം ഞാൻ വൃത്തിക്ക് തന്നെ കോഴിക്ക് കൊടുക്കാൻ നോക്കലുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം വേറൊരു പണിയുടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്ത കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു കൂടൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരെ ഞാൻ ആ ബ്രൂഡർ സെറ്റ് ചെയ്തതിനകത്ത് തന്നെയാണ് ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കൂട് ചെറുങ്ങനെ ഇതാ റെഡിയാക്കി എടുക്കുകയാണ്. വലിയ ഉറപ്പവും അങ്ങനെയുള്ള കൂടൊന്നുമല്ല, നോർമലായിട്ട് ചെറുങ്ങനെയായിട്ടൊന്നും ആക്കി തന്നൊരു കൂടാണ്. എന്തെല്ലോ പ്ലാനിങ്ങിൽ തുടങ്ങി അവസാനം ഏതെല്ലോ പ്ലാനിങ്ങിൽ അവസാനിച്ചൊരു കൂടായത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഭർത്താവിനെ ആക്കി തന്നിട്ടുണ്ടായിന്. ഏട്ടന് വെൽഡിംഗ് എന്ന് പണി. അപ്പോൾ ഏട്ടനും ചങ്ങായിമാരും കൂടി ആക്കി തന്നതാണ്. അപ്പോൾ ഏട്ടൻ്റേതായ പ്ലാനിങ് ഉണ്ടായിന്, എനിക്ക് എൻ്റെ പ്ലാനിങ്ങും ഉണ്ടായത്. രണ്ടും കൂടെ മിക്സ് ആയിട്ട് തട്ടിക്കൂട്ട് കൂടായി മാറിയത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വലിയ കൂടിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാമശ്രീ കോഴികളാണ് കേട്ടോ ഇത്, പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികളാണ്. അതാടി ഇത്രയും നേരം കുഞ്ഞിക്കോഴീനെ ഞാൻ കൂട്ടിയിട്ടുണ്ടായിന്. അവരെ ഞാനിപ്പോൾ മേലെ കൂട്ടിലേക്ക് അങ്ങോട്ടേക്ക് മാറ്റി. എന്നുവെച്ചാൽ ഇനിയാക്കിയാൽ ശരിയാവില്ല. ഇനിയാക്കി കഴിഞ്ഞാൽ ഇരിടാൻ തോറും പേടിയാണ്, കീരിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണൂല. അപ്പോൾ ഇത് അവർക്ക് തീറ്റിയിട്ട സ്ഥലത്തു നിന്ന് ഇവർ കൊത്തിപ്പെറുക്കി തിന്നേന്ന്. കൂടുതൽ ഇതിൻ്റെ ഉള്ളിലായില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഞാൻ കാണിച്ച വീഡിയോ പഴയതാന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇപ്പം ചെയ്ത് കൊടുക്കുന്നത്. ഈ കൂട്ടിൻ്റെ ഉള്ളിലാണ് കുഞ്ഞുങ്ങളില്ലേ. ഇവരെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ ഇപ്പം വിരിഞ്ഞിട്ട് 1 മാസം കഴിയലായിട്ടാണ് ഇവർക്ക്. അപ്പോൾ ഇവരെല്ലാം കൊടുക്കാനില്ല തന്നെ. ഇവരിൽ നിന്ന് ഒരു 5 ആൾക്കാർ പോയി. 5 ആൾക്കാരെ വേറൊരാൾ വന്ന് കൊണ്ടുപോയി. ഇനിയിപ്പോൾ ഇവർ കുറച്ച് ആൾക്കാരുണ്ട്, ഇവരെയും കൊടുക്കേണ്ടതാണ്. അപ്പോൾ ചെറിയ തട്ടിക്കൂട്ട് കൂട് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ, പച്ച നെറ്റിനെ കൊണ്ടാണ് കൂട് മൊത്തത്തിൽ അടിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് കൂട് സെപ്പറേഷൻ വേണമെന്നുണ്ടായിന്. ഏട്ടൻ പറഞ്ഞു നീളത്തിൽ തന്നെ ഒരു കൂട് ഒറ്റ കൂടായിട്ട് പോരെയെന്ന്. അപ്പോൾ ആ പ്ലാനിങ്ങിൽ നീളത്തിൽ തന്നെ അടിച്ചു, സെപ്പറേഷനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ചെറുങ്ങനൊരു എന്താ പറയുക നെറ്റ് സൈഡിലേക്ക് കൂടി ഇതുപോലെ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നു.
അതുകൊണ്ട് ഇത് നമ്മുടെ സുന്ദരി മക്കളും കേട്ടോ. ഇവൾ കുറച്ചായി അടയിരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നൊരു വീഡിയോ ചോദിച്ചിട്ടുണ്ടായിന്. എൻ്റെ ക്രോസ് കോഴിയാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഇത് ഇവിടെ കാലിന് കുറച്ച് തൂവലുണ്ട്, ചെറിയ തോതിൽ, അങ്ങനെ വലിങ്ങനെ ബൂട്ടായിട്ടൊന്നുമില്ല. കാണാൻ കഴിയുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ മുട്ടയൊന്നും ഞാൻ വിരിയിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിട്ടാ. ഇവരെ മുട്ടയിൽ നമ്മൾ വീട്ടാവശ്യത്തിന് ഉപയോഗിച്ച്. അപ്പോൾ എൻ്റെ ഇവിടെ ഞാൻ പുതുതായി വാങ്ങിച്ചിട്ടുണ്ടായ കോഴികളെ മുട്ടയാണ് ഞാൻ അടവെച്ചത്. അപ്പോൾ എനിക്ക് വിരിഞ്ഞതിൽ ഏകദേശം എല്ലാവരും കറുപ്പൻ കുഞ്ഞന്മാരാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കൂടിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ കൂടിന് പ്രത്യേകിച്ച് ഡോറും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല. ഏട്ടൻ്റെ ഒരു പ്ലാനിങ്ങിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ നീളം കൂടായതുകൊണ്ട് ഇതിലേക്കൂടെ മേലോട്ടേക്ക് ഓപ്പൺ ആക്കുന്ന ഒരു ഡോറാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു കമ്പിയും കൂടെ വെച്ചടിച്ച് ചെറുങ്ങനെ ഓപ്പൺ ആക്കി തരുന്ന കൂട്. അപ്പോൾ എനിക്ക് 2 എണ്ണം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പ്ലാനിങ് എല്ലാം ആദ്യം മാറി. ഇങ്ങനെ ഇങ്ങനെ പൈപ്പ് വെച്ച് അടിച്ചതിൻ്റെ അകത്ത് വീണ്ടും ഒരു ചെറിയ പൈപ്പിൻ്റെ കണക്ഷൻ ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഇതുപോലെ പച്ചനെറ്റ് തന്നെ ഇതുപോലെ ഓപ്പൺ ആക്കുന്ന വിധത്തിലാക്കി തന്നു. കുറച്ച് ഭാഗം മാത്രം, ഈ ഒരു ഭാഗം തന്നെ ഓപ്പൺ ആക്കാൻ കഴിയും. തുറന്നിവരെല്ലാവരും ചാടിപ്പോകുമെന്ന് അറിയില്ല. ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ. അപ്പോൾ ഇതിന് കൊളുത്താനും ആക്കാനും പ്രത്യേകിച്ച് ഒരു സാധനം ഇല്ലാന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബലത്തിന് ഞാനവിടെ ഓട് എടുത്ത് വെച്ചതാണ്. അത് ഈ ബാക്കിയുള്ളവരെന്നെ കയറി തുള്ളി താഴെ ഇട്ട്. അപ്പോൾ ഇതിൻ്റെയും അങ്ങനെയാണ്. ഇതിൻ്റെ ഓപ്പൺ ഈ സൈഡാണ് വരുന്നത്. ഇതിലൂടെ ഓപ്പണിങ് വരുന്നത്. ഈ വേസ്റ്റ് കൊടുക്കേണ്ട സമയമാവാനാകുമ്പം ഇവർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആക്കിയിട്ട് ഈ ഒരു കൂടിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം മേയിച്ചിടും. കൂടെല്ലാം വൃത്തിയാക്കാനുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ കൂട് വൃത്തിയാക്കണം. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലോ കച്ചറുകളായിപ്പോയി, കാർഡ്ബോർഡും അങ്ങനെ എന്തെല്ലോ പേപ്പറും കാര്യങ്ങളിലായിപ്പോയി. എല്ലാം വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ഈ കൂടിൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ നമ്മുടെ കൂട്ടിലെ വേറെ 2 പേര് അടിയായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ അന്ന് കൊണ്ടുവന്ന കൂട്ടത്തിലുള്ള കോഴികളാണ്. അതിൽ ഒരാളാണ് ഇപ്പം മുട്ട വിരിയിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ 2 ആളും കൂടെ അടിയായിട്ടുണ്ട്. ഒരാൾ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നത്രേ. 4 ആളല്ലേ കൊണ്ടുവന്നതെന്ന്. ഇവരിപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ വിരിയാനായി നിൽക്കുന്നവരാട്ടാ. ഒരാൾ വിരിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ അടുത്ത ആളും വിരിയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കൂടും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാതിരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ.